മലയാളികൾക്ക് ഒട്ടും താങ്ങാനാവാത്ത ഒരു വിയോഗം തന്നെയായിരുന്നു നടനായ കലാഭവൻ നവാസിൻ്റേത്. ഒരുപാട് വർഷക്കാലമായി മലയാളികൾ കണ്ട മുഖമാണ്. അദ്ദേഹത്തിന്റെ വിയോഗം ശരിക്കും ഞെട്ടലാണ് എല്ലാവരിലും ഉണ്ടാക്കിയത്. ഭാര്യ അവസാനമായി ഫോൺ വെച്ചതിനു ശേഷമാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലേക്ക് എത്തിയ നവാസ് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. എന്നാൽ നവാസിന്റെ ആ ഒരു വേർപാട് ഏറ്റവും അധികം തളർത്തിയത് ഭാര്യയായ രഹനയെ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് കലാഭവൻ നവാസിന്റെ സഹോദരന്റെ കുറെ വെളിപ്പെടുത്തലുകളാണ്. നവാസ് മരിച്ചപ്പോൾ ഭാര്യ ഇനി എന്തു ചെയ്യും, മക്കൾ ഇനി എങ്ങനെ വളരും എന്നൊക്കെയുള്ള പലതരത്തിലുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നവാസിന്റെ മരണശേഷം ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ് രഹനയ്ക്കും കുട്ടികൾക്കും. നവാസും അത് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എന്തോ മുൻകൂട്ടി എല്ലാം കണ്ടതുപോലെയാണ് നവാസിന്റെ പെരുമാറ്റമൊക്കെ. കാരണം എല്ലാം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മതി അവർക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ. ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു നവാസിൻ്റെയും ആഗ്രഹം. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും തൻ്റെ ഭാര്യയോ മക്കളോ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടരുത് എന്നുള്ള വാശിയുണ്ടായിരുന്നു നവാസിന്. അതുകൊണ്ട് നവാസ് എല്ലാം നേരത്തെ തന്നെ ചെയ്തു വച്ചിട്ടുമുണ്ടായിരുന്നു. ഭാര്യയായ രഹനയ്ക്ക് ഇപ്പോഴും നവാസിൻ്റെ വേർപാട് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ്. ഈ അടുത്തിടെ നവാസിൻ്റെ ചിത്രം കാണാനെത്തിയ രഹനയോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ പോലും രഹനയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റാതെ കരയുകയായിരുന്നു. അത്രയധികം ഇപ്പോഴും നവാസിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് രഹന. ഇന്നും നവാസ് അന്തരിച്ചു എന്ന് രഹനയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് പേരാണ് താരത്തിന് ആശ്വാസ വാക്കുകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.